ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം ഇന്ന് സെപ്റ്റംബർ 29. നാളത്തെ ഒരു ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും സെപ്റ്റംബർ മാസം അവസാനിച്ചു. സത്യം പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുമ്പോൾ ഈ ദിവസങ്ങൾ പോകുന്നത് സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം മൈൻഡ് നല്ല ഫ്രീ ആയിരുന്നു. കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാനസികമായിട്ട് ഒരുപാട് സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ഒരു 3 മാസം കൊണ്ട് ഓരോ ദിവസവും കലണ്ടറിൽ മാർക്ക് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സങ്കടങ്ങളെ എന്താ പറയുക, ചിരിച്ചുകൊണ്ട് അതിജീവിക്കുകയാണെന്ന് തന്നെ പറയണം. എന്താ പറയുക, അങ്ങനെ ആ ഒരു ഒഴുക്കിൽ പോന്നു. ഇവിടെ വന്നതിൽ കുറ്റബോധമില്ല. ആകെയുള്ള സങ്കടം മക്കളെ കാണാൻ പറ്റുന്നില്ല, മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ല, മക്കളുടെ സമയം ചിലവഴിക്കാൻ പറ്റുന്നില്ല. അതേ കണക്ക് തന്നെ എൻ്റെ ഭർത്താവ്. അങ്ങനെയുള്ള കുറേ വിഷമങ്ങൾ ഉള്ളൊതുക്കി അങ്ങ് പോന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാനായിട്ട്. അതിന് നമുക്ക് ഒരു ചെറിയൊരു ഇടവേള എടുത്തിട്ട് അവിടെ ഇങ്ങോട്ട് പോകുന്നതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ പുതിയ നാട്, പുതിയ ഭാഷ, പുതിയ ആഹാര രീതി, പുതിയ വസ്ത്രധാരണം, പുതിയ ചിന്താഗതികൾ. ഇത്രയും നാൾ നമ്മൾ വന്ന ആ സാഹചര്യത്തിൽ നിന്നൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. നമ്മുടെ ഓരോ ഡെയിലി ലൈഫിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമ്മളതൊക്കെ ഇപ്പം ഒരുവിധം അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് നമ്മൾ കുറച്ചും കൂടെ വിശാലമായ മനസ്സോടെ, ഒരു തുറന്ന ഹൃദയത്തോടെ, തുറന്ന മനസ്സോടെ, തുറന്ന വിചാരത്തോടു കൂടി വേണം നമ്മൾ കാര്യങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട്. ഒരിക്കലും നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണിലൂടെ മാത്രം നമ്മളതിനെ നോക്കിക്കാണാനായിട്ട് ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് ചിന്തിക്കാം, അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നം എന്തായിരിക്കാം, അവൻ്റെ ബുദ്ധിമുട്ട് എന്തായിരിക്കാം, അതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മറുപടി പറയാനായിട്ട്. അല്ലാതെ എടുത്തു ചാടി മറുപടി പറയാതിരിക്കുക. ആരോടും, ഒന്നിനോടും, ഒരു സാഹചര്യത്തോടും, ഒരു വ്യക്തിയോട് പോലും. അത് നമ്മളെക്കാൾ താഴ്ന്ന പ്രായത്തിന് ചെറിയവരായിക്കോട്ടെ വലിയവരായിക്കോട്ടെ, എടുത്തു ചാടി മറുപടി പറയാതിരിക്കുക, എടുത്തു ചാടി അഭിപ്രായം പറയാതിരിക്കുക. ചില സമയത്ത് നമ്മൾ പറയത്തില്ലേ, എന്താണ്, മൗനമാണ് വിദ്വാനും മാത്രമല്ല മണ്ടനും നല്ലത്. അറിവുള്ളവനും അറിവില്ലാത്തവനും ചില സമയത്ത് മൗനമായി ഇരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച്, വ്യക്തമായിട്ട് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അഭിപ്രായങ്ങൾ പറയാതിരിക്കണം. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോഴും നമ്മളിവിടെ ജെറുസലേമിൽ നമ്മൾ ജോലി ചെയ്യുന്നവർക്ക് നമുക്ക് ഒരു 4 മണിക്കൂർ മുതൽ ഒരു 6 മണിക്കൂർ വരെ നമുക്ക് പുറത്തോട്ട് പോവാം. പുറത്ത് പോയി നമുക്കൊന്ന് ഫ്രഷപ്പൊക്കെ ആവും. പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോകാം, പാർക്ക്, ബീച്ച്, അങ്ങനെ അങ്ങ് പോവാം. പക്ഷെ ഞാനിപ്പോൾ വന്നിട്ട് ഇതുവരെ അങ്ങനെയുള്ള ഒരു കർമ്മത്തിനും പോകാൻ താല്പര്യമില്ല. അതാണ് സത്യം. കാരണം എന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് അതിനോട് താല്പര്യം തോന്നില്ല. പള്ളിയിൽ പോകാൻ താല്പര്യമില്ലെന്നല്ല, നമുക്ക് ഒരുപാട് ദൂരം പോകണം. പിന്നെ വെയിൽ, ഉള്ള പൊടി, പിന്നെ ഇൻ കേസ് വഴിയെല്ലാം മാറിപ്പോയാൽ എൻ്റെ ഫ്രണ്ട്സ് നല്ല പണി കിട്ടും. പിന്നെ അവിടെ നിന്ന് റോട്ടിൽ കിടന്ന് കരയുന്ന അവസ്ഥ വരും. എൻ്റെ പല ഫ്രണ്ട്സും ഇങ്ങനെ പോയിട്ട് വഴി തെറ്റിക്കിടന്ന് പിടിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ലൊക്കേഷൻ ഇട്ട് തരാൻ പറയും. ലൊക്കേഷൻ ഇട്ടിട്ട് അത്രയും ക്ഷീണിച്ച് തളർന്ന് പോകുമ്പോൾ നല്ലതുപോലെ ഒരുങ്ങി പിടിച്ചിട്ടൊക്കെ ആയിരിക്കും പോകെ. തിരിച്ച് വരുമ്പോൾ സത്യം പറഞ്ഞാൽ പിന്നെ പറയുമോ, ഞാൻ പോകുന്നില്ലടേ, ഇനി ഞാൻ പോകുന്നേയില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലൊന്നും വരും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ആണെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോഴും നമ്മളെപ്പോഴും, നമ്മൾ മനുഷ്യരാണ്, നമ്മളെല്ലാവരും എല്ലായ്പ്പോഴും സന്തോഷമായിട്ടിരിക്കണം, നമുക്ക് നല്ലതേ വരാവുള്ളൂ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നേരുകയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ദൈവമെന്ന് പറയുന്ന കലാകാരൻ നമ്മുടെ തലയിൽ, നമ്മുടെ ജീവിതായുസ് എപ്പോഴവസാനിക്കണം,
ഓരോ ജീവിത കാലയളവിലും എന്ത് സംഭവിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ആ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ കലാകാരൻ എഴുതി വരച്ച് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ പോട്ടു. അപ്പോഴും നമ്മൾ അടുത്ത നിമിഷത്തെക്കുറിച്ച് പോലും ഒരു പദ്ധതിയും മെനയാതിരിക്കുക, ഉണ്ടാക്കാതിരിക്കുക. പോകുന്നത് കണക്ക് പോട്ടെ. ദൈവം എന്തായാലും ഒരു ജീവനം ഇങ്ങോട്ട് തന്നു, ഈ ഒരു രൂപത്തിലെങ്ങ് തന്നു. ഈ രൂപം ഇങ്ങനെയായി പോയതിൻ്റെ ക്രെഡിറ്റും വേണ്ട, അല്ലെങ്കിൽ എന്നെ കാണാൻ കൊള്ളില്ല എന്നുള്ള അപകർഷതാബോധവും വേണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ജീവിക്കുക. കിട്ടുന്ന ഒരു നിമിഷമാണെങ്കിലും സന്തോഷിക്കാൻ ശ്രമിക്കുക. നമ്മൾ സന്തോഷമായിട്ടിരുന്നാലേ വേറൊരാൾക്ക് നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ സന്തോഷം കൊടുക്കാമെന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കാൻ നല്ല അർത്ഥമാക്കുന്നത്. ഒരു വിഷമത്തോടെ നമ്മുടെ അടുത്തോട്ട് വരുന്ന ഒരു വ്യക്തിയോട്, എന്തെങ്കിലും നമ്മളോട് സങ്കടങ്ങൾ പറയുന്ന ഒരു വ്യക്തിയോട് നമുക്ക് ആകെ കൊടുക്കാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അയാളെ ഒന്ന് കേൾക്കുക. അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കുക. കുറച്ച് സമയം നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വെക്കുക. അതായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സപ്പോർട്ട്. കേൾക്കാൻ ചെവി കൊടുക്കുക, മനസ്സ് കൊടുക്കുക. അത് മുഴുവൻ കേട്ട് കഴിയുമ്പോഴത്തേക്കും അതിനുള്ള പരിഹാരം അവർ കുറേ അവരുടെ വിഷമങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മിക്കവാറും ആളുകൾക്ക് അവരുടെ ടെൻഷൻ മാറുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് കുറേ പേര്. ഈവൻ ഞാൻ പോലും എന്നോട് തന്നെ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾ എന്തെങ്കിലും അത് ഭ്രാന്തി ആയതുകൊണ്ടല്ലെങ്കിൽ അങ്ങനെ ആയതുകൊണ്ടല്ല, നമ്മളോട് സംസാരിക്കണം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ 3 മാസവും ഞാൻ എന്നോട് തന്നെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ നിമിഷവും ഞാൻ എന്നോട് തന്നെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുമുണ്ട്. മനസ്സിലായില്ലേ? ഈ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ വേറൊരാളോട് ചെന്ന് പറയുമ്പോഴും ഒരു പക്ഷേ എന്നെ ഇവിടെ കേൾക്കാനായിട്ട് ആരില്ല. എനിക്കൊരു വിഷമം വരുമ്പോഴെന്നെ ചേർത്ത് പിടിക്കാൻ ഒരാളില്ല. എൻ്റെ നാട്ടിലായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ അമ്മയുണ്ട്, ഇവരൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് ആരുമില്ല. ഇവിടെ എനിക്ക് കൂട്ട് ഞാൻ തന്നെയാണ്, ഇവിടെ എനിക്ക് സപ്പോർട്ട് ഞാൻ തന്നെയാണ്, ഇവിടെ എനിക്ക് താങ്ങ് ഞാൻ തന്നെയാണ്, ഇവിടെ എനിക്കൊരു വീഴ്ച വന്നാൽ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ട വ്യക്തി ഞാൻ തന്നെയാണ്. വേറെ ആരും എനിക്കുണ്ടാവില്ല. കാരണം നമ്മുടെ സ്വന്തം നാടും വീടും മക്കളെയും ഭർത്താവിനും ഒക്കെ വിട്ടിട്ട് ഞാനിവിടെ വന്നേക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, ചെയ്യാനായിട്ടുണ്ട്. അത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്. അന്നേരം നമുക്കിവിടെ തളർന്നിരിക്കാനോ വിഷമിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഇന്ന ആളോട് പോയി ചെന്ന് പറഞ്ഞാൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനോ പറ്റത്തില്ല. കാരണം ഇവിടെ എല്ലാവരും അവരവരുടെ ജീവിത വ്യഗ്രതയിലും മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് നമ്മളെ കേൾക്കാൻ ഒരു പക്ഷെ നമ്മുടെ അമ്മയായിരിക്കാം, നമ്മുടെ ചേട്ടനോ ചേച്ചിയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ ഒക്കെ ആയിരിക്കാം. അവരോട് പറയുക, മനസ്സ് തുറന്ന്. അങ്ങനെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെ വിഷമം അനുഭവിക്കുന്നവരാണെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ അതൊന്ന് കേൾക്കുക, അവർക്ക് കേൾവി കൊടുക്കുക, ചെവി കൊടുക്കുക, അവർ പറയുന്നൊന്ന് കേൾക്കുക. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അവരത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരുടെ മൈൻഡ് ഒന്ന് ഫ്രഷപ്പ് ആവും. അവർക്ക് കുറച്ചും കൂടെ അവരുടെ മൈൻഡൊന്ന് ഓപ്പൺ ആവും. അവർക്ക് പുതിയ എന്തെങ്കിലും അതിനുള്ള പരിഹാരം അവർക്ക് അതിൽ നിന്ന് തന്നെ അവർക്കത് കിട്ടും. പിന്നെ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സഹായമാകാൻ നോക്കുക. ഉപദ്രവമാകാൻ നോക്കാതെ സഹായമാകാൻ നോക്കുക. സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, അവരെ ഉപദ്രവിക്കരുത്. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, നമുക്കൊരാളെ സഹായിക്കാൻ പറ്റിയില്ല, എന്നെ കൊണ്ടത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ അതിന് പകരം അവർക്ക് 2 അടിയും കൊടുത്തിട്ട് അവരെക്കുറിച്ച് മോശം വാക്കുകൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് പറയാമെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇല്ലേ? അത് കേട്ട് അവൾക്ക് അവളങ്ങനെ പറഞ്ഞായിരുന്നു, അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് ചിന്തിക്കാതെ ഓക്കെ ചേച്ചി സാരമില്ല, അല്ലെങ്കിൽ ചേട്ടാ, അല്ലെങ്കിൽ എന്താണോ അവരുടെ പേര് അത് പറഞ്ഞിട്ട് പറയാം, ഓക്കെ എല്ലാം ശരിയാവും, എല്ലാം നന്നായിട്ടേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കുക. അതൊക്കെ എന്താ പറയുക, അതൊക്കെ ഒരു വ്യക്തി ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ സാഹചര്യം കൊണ്ടോ ഒക്കെ നേടിയെടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു റോഡിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് അലക്ഷ്യമായിട്ട് നടന്നു വരുന്നു, അവന് എതിർ സൈഡിലൂടെ ഒരു വണ്ടി വരുന്നത് നമ്മൾ കാണുന്നു, പക്ഷെ ആ കുട്ടി കാണുന്നില്ല. ഒരല്പം മനസ്സാക്ഷിയുള്ള ആൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഓടിച്ചെന്ന് ആ കുഞ്ഞിൻ്റെ അടുത്ത് മാറ്റും, ഇല്ലേ? കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആ കുട്ടി എന്താണെന്നല്ല ചിന്തിക്കുന്നത്, അതിൻ്റെ ബാക്ക് സൈഡിൽ അതുപോലെ കാണാതെ പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യം നമ്മളാണ് കാണുന്നത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? ഓടിച്ചെന്ന് അതിനെ അങ്ങ് എടുത്ത് മാറ്റും. എന്നിട്ട് അത് നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ തന്നെ കുഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കും, എന്താണ്
ഓ, അതിൻ്റെ ആ ഭയം എൻ്റെ മുഖത്ത് നമുക്കത് കാണാൻ സാധിക്കും. പിന്നെ പോട്ടെ, സാരമില്ല, പോട്ടെ പോട്ടെ പോട്ടെ, നമ്മളതിനെ അതിൻ്റെ മൈൻഡ് നമ്മൾ ഡൈവേർട്ട് അത് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കും. അത്രയേ ഉള്ളൂ. നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ മുമ്പോട്ട് പോവുക. വിഷമങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, കുറ്റപ്പെടുത്തലുകളുണ്ടാകും, പരിഹാസങ്ങളുണ്ടാകും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ വഴി തടയുന്ന കാര്യങ്ങളാണ്. ഈ വഴി തടയാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. വഴി നല്ല സ്മൂത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോടി അങ്ങ് കയറത്തേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് ഒരു എന്തെങ്കിലും നേടിയെടുത്തതായിട്ട് തോന്നത്തില്ല. പെട്ടെന്ന് അവിടെ എത്തിപ്പെട്ടതായിട്ട് തോന്നും. പക്ഷെ നമ്മുടെ മുമ്പിൽ കുറേ ബാധ്യതകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നമ്മൾ കുറ്റം പറയുന്നവർ, തെറി പറയുന്നവർ, നമ്മളെ മോശം വാക്കുകൾ പറയുന്നവർ, ശാപവാക്കുകൾ പറയുന്നവരൊക്കെ നമ്മുടെ ഫ്രണ്ടിലുണ്ടാവണം. ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പതുക്കെ തട്ടി മാറ്റിയിട്ട് അവരോട് പറയാം, കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു, നോ പ്രോബ്ലം, കുറച്ചങ്ങോട്ട് മാറി നിൽക്കുക, എനിക്ക് മുമ്പോട്ട് പോകണം, ധൈര്യമായിട്ട് അവരുടെ മുഖത്തേക്ക് പറയാൻ പറ്റണം. നമ്മളങ്ങനെ മുന്നോട്ട് ചെന്ന് ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇവർ പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് അറിയാം? എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു അവൾ അവിടെ എത്തിപ്പെടുമെന്ന്. അവൾക്ക് അതിനുള്ള കഴിവുണ്ട്, അവൾ നല്ലൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ അവൻ നല്ലൊരു ചെറുക്കനാണ്, അവന് കഷ്ടപ്പെടാനുള്ളൊരു മനസ്സുണ്ട്, ആനയാണ്, ചീനയാണ്, മത്തങ്ങയാണ് എന്നൊക്കെ പറയും. അപ്പോഴും ആ ക്രെഡിറ്റ് അവരങ്ങ് എടുക്കും. അതൊന്നും നമ്മൾ നോക്കണ്ട. അവർക്കറിയാവുന്നത് അവർ ചെയ്യുന്നു, നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. അങ്ങനെ എന്തായാലും നാളെ ആകുമ്പോഴത്തേക്കും ഞാൻ വിജയകരമായിട്ട്, സന്തോഷകരമായിട്ട് 3 മാസം പൂർത്തീകരിക്കുന്നു ഇസ്രായേലിൽ വന്നിട്ട്. സന്തോഷമുണ്ട്. ഈ ഒരു അവസരം എനിക്ക് തന്ന ദൈവത്തോടും ഇതിലേക്ക് എന്നെ വഴിതെളിച്ച എൻ്റെ ഉറ്റ സുഹൃത്തിനോടും, പേര് പറയണ്ട എന്ന് പല വീഡിയോയിലും ഞാൻ വിചാരിക്കുന്നു, എങ്കിലും ഞാൻ ഈ ഒരു വീഡിയോയിൽ പേര് പറയുന്നു. എൻ്റെ ഉറ്റ സുഹൃത്ത് ജെയ്സൺ, അവനെ ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ എന്നെ സാമ്പത്തികമായി സഹായിച്ച വ്യക്തികളെ, ഒരു നല്ലൊരു തുക വളരെ കുറഞ്ഞ പലിശയ്ക്ക് എനിക്ക് തന്ന് സഹായിച്ച എൻ്റെ കൂടപ്പിറപ്പിനേക്കാളേറെ എന്നെ മനസ്സിലാക്കി, എന്നെ വിശ്വസിച്ച ആ വ്യക്തിയെ എന്നും ഹൃദയത്തോട് ചേർക്കുന്നു, എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് വേണ്ടി. പിന്നെ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇപ്പോഴും ഞാനൊന്ന് വിളിച്ച് പറയുമ്പോൾ നോക്കട്ടെ മോളി എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കുമ്പോൾ ഓക്കെ മോളി എല്ലാം ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ താങ്ങി നിർത്തുന്ന, എന്താ പറയുക, ഒരു വളരെ 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 സ്നേഹത്തോടെ ഞാൻ കാണുന്ന ഞങ്ങളുടെ ബന്ധുവാണ്. അതിനേക്കാളൊക്കെ ഉപരി ഒരു എന്താ പറയുക, ഒരു ചേച്ചിക്ക് തുല്യം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അത്രയ്ക്കും എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നൊരു വ്യക്തിയാണ്, കുടുംബമാണ്. അവരെയും നന്ദിയോടെ ഓർക്കുന്നുണ്ട്. എൻ്റെ അമ്മ, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ് ഈ നിമിഷവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നുണ്ട്. കാരണം ഈ കുറ്റങ്ങൾ പറയുന്നവരോടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാവേണ്ടത്. കാരണം അവർ കുറ്റങ്ങൾ പറയുമ്പോഴാണ് നമുക്കത് തിരുത്താൻ പറ്റുന്നത്. നമ്മുടെ കുറ്റങ്ങൾ പറയാൻ ആരുമില്ലെങ്കിലും നമുക്കൊന്നും തിരുത്താനായിട്ടില്ല. നമ്മളിങ്ങനെ ഇരിക്കും, എനിക്കൊന്നുമില്ല എന്നും പറഞ്ഞു. പക്ഷെ നമ്മുടെ കുറ്റങ്ങൾ ഒരു വ്യക്തി പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. അവരോട് തിരിച്ച് ഓപ്പോസിറ്റ് പറയാൻ നിൽക്കാതെ അവർ പറയുന്നത് എന്താണെന്ന് നമ്മൾ കേൾക്കുക. എനിക്ക് ഭയങ്കര ഇങ്ങനെയാണ്, ഓക്കെ ഞാൻ അങ്ങനെയാണ്, അത് തിരുത്തുക. ഞാൻ അടുത്ത കുറ്റം പറയും, ഓക്കെ. കാരണം ഞാൻ സഹകരിക്കുന്നവർക്കാണ് എൻ്റെ പോരായ്മകളും നന്മകളും അറിയാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒന്നും നേടിയെടുക്കാനോ ഒന്നും ചെയ്യാനോ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ആശ്രയിക്കുമ്പോൾ നമുക്ക് ആ സഹായം ലഭിക്കുമ്പോൾ സഹായത്തിന് നന്ദിയുള്ളവരായിരിക്കുക. അത് ആ സഹായം അവസാനിച്ചാലും എന്നും ജീവിതത്തിൽ എന്തൊക്കെ നേടിയെടുത്തെന്ന് പറഞ്ഞാലും, എന്തൊക്കെ നേടാൻ സാധിച്ചു എന്ന് പറഞ്ഞാലും അവരോടൊക്കെ എന്നും ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദിയുള്ളവരായിരിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം നമ്മൾ ചോദിച്ച സമയത്തൊക്കെ നമുക്ക് അവർ തരാൻ മനസ്സ് കാണിച്ചത് ദൈവത്തിൻ്റെ ഒരു കടാക്ഷമാണ്. പിന്നെ നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് ദൈവം അവർക്ക് കൊടുത്തത് കൊണ്ടാണ് നമുക്കതെല്ലാം സമയത്ത് കിട്ടിയത്. പിന്നെ എനിക്ക് എൻ്റെ ഈ അവസാന നിമിഷത്ത് എനിക്ക് പാസ്പോർട്ട് വീണ്ടും എനിക്ക് എടുക്കേണ്ടി വന്നു, 3ാമത്തെ പാസ്പോർട്ട്. അത്
നമ്മുടെ കൊല്ലം പാസ്പോർട്ട് ഓഫീസിൽ APO അസിസ്റ്റൻറ്റ് പാസ്പോർട്ട് ഓഫീസർ ആ മാഡത്തിന് നന്ദിയോടെ ഓർക്കുന്നുണ്ട്. എന്നെ അകത്തോട്ട് കയറ്റിവിട്ട സെക്യൂരിറ്റി ആ ചേട്ടന് നന്ദിയോടെ ഓർക്കുന്നുണ്ട്. ആ സാറിന് എനിക്ക് ആപ്ലിക്കേഷൻ ഫോമൊക്കെ ആ ടെൻഷനിൽ എനിക്കൊന്നും പൂരിപ്പിക്കാൻ പോലും പറ്റാതെ പോയ സമയം എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. എനിക്കെല്ലാം പൂരിപ്പിച്ച് തന്ന സാറിനെ ഇന്നും നന്ദിയോടെ ഓർക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വെരിഫിക്കേഷന് വന്ന സാറിനെ, സാംസൺ എന്നാണ് സാറിൻ്റെ പേര്, സാറിനെ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ മുമ്പോട്ട് ചെയ്തു. സാറിനെ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. എനിക്കിത് നേരത്തെ കൊണ്ടു തന്നല്ല, വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ എൻ്റെ കയ്യിൽ അപ്പോഴേ എടുത്ത് തന്ന് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ, എന്തൊന്നും പറയേണ്ട കാര്യമില്ല, പക്ഷേ എങ്കിലും ഈ ഒരു നിമിഷവും ഞാൻ അവരെയൊക്കെ എൻ്റെ ഹൃദയത്തിൽ അവർക്കൊക്കെ ഓരോ സ്ഥാനമുണ്ട്. കാരണം ഇവരിലൂടെയൊക്കെയാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ടൊന്നും ഇവിടെ വന്നിരിക്കേണ്ട വ്യക്തിയല്ല ഞാൻ. ഇവിടെ ഇരിക്കാൻ എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. ഇവരൊക്കെ ഒരിക്കലും എനിക്ക് മറക്കാനും പറ്റത്തില്ല. കാരണം മുമ്പ് ഞാൻ ഇങ്ങനെയുള്ളൊരു വ്യക്തിയല്ലായിരുന്നു. എനിക്ക് എന്നെ ഒരു വ്യക്തി സഹായിച്ചാൽ ആ ഒരു നിമിഷം കൊണ്ട് ആ സഹായത്തെ മറന്നു കളയുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ എൻ്റെ ജീവിതം പഠിപ്പിച്ചു അങ്ങനെ ആവാൻ പാടില്ല. എൻ്റെ ജീവിതം എന്നെ മാറ്റിമറിച്ചത് കൊണ്ടാണ് ഞാൻ മാറിയത്, എൻ്റെ ചിന്താഗതികൾ മാറിയത്. അതുകൊണ്ട് നമ്മൾ ആര് വെറുക്കുന്നു അവർ കൂടുതൽ സ്നേഹിക്കുക. കുറ്റം പറയുന്നവരെ തിരിച്ച് അവർ പറയുന്നതിനൊപ്പം അവർക്ക് നെഗറ്റീവായിട്ട് പറയാതെ അത് കേൾക്കുക. വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം തിരക്കിയാണ് സൈലൻ്റായിട്ട് സൈഡ് മാറിപ്പോവുക, വഴി മാറിപ്പോവുക, അത്രയേ ഉള്ളൂ. അപ്പോഴെല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്. കാരണം നമ്മളിപ്പോൾ വന്നേക്കുന്ന ഫാമിലി കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മാവ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ പുള്ളിക്കാരി നിങ്ങൾക്കിപ്പോൾ ഇടയ്ക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാകും. പുള്ളിക്കാരി ന്യൂസ് കേൾക്കുക, അമ്മാമ്മയാണ്. അപ്പോഴും അമ്മാമ്മ ന്യൂസ് കേൾക്കുക. ഇനിയിപ്പോൾ എന്തായാലും കുറേ കാര്യങ്ങൾ ഇനിയുണ്ട്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഫുഡൊക്കെ കഴിക്കണം. അപ്പോഴും എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ മാറുക, നമ്മൾ വളരുക. നമ്മൾ വളരുമ്പോഴത്തേക്കും നമ്മുടെ ചിന്താഗതികൾ വളരും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും അതെ എനിക്ക് മാറ്റമുണ്ട് എന്ന് നമുക്ക് തന്നെ വേറൊരാൾ പറഞ്ഞ് നമ്മുടെ നന്മ നമ്മൾ മനസ്സിലാക്കുന്നതിലും ഭേദം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നന്മ. അതേ കണക്ക് നമ്മുടെ പോരായ്മ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, വേറൊരു വ്യക്തിക്ക് മനസ്സിലാവട്ടുള്ളൂ. ആ വ്യക്തി പറയുന്ന പോരായ്മ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് അത് പരിഹരിക്കാൻ നോക്കുക. നമ്മുടെ നന്മ പറയാൻ ആരും സമയം കണ്ടെത്തില്ല, നമ്മുടെ തിന്മ കാണാൻ മാത്രമേ സമൂഹം ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. താങ്ക് യു.